റിച്ച് പേൾസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽസ് കണ്ടല്ലോ. കുറച്ച് നാളായി നമ്മൾ ഗ്ലേസ് കോട്ടണിൽ വരുന്ന പ്ലെയിൻ മെറ്റീരിയൽസ് കണ്ടിട്ട് കണ്ടിന്യൂസ് എൻക്വയറി ആണ്. കാരണം നല്ല ഫീഡ്ബാക്ക് ഉള്ള ഫാബ്രിക്സ് ആണ് ഈ ഒരു ഗ്ലേസ് കോട്ടണിൽ വരുന്നത്. ഇത് കോട്ടൺ തന്നെയാണ്, ചെറിയൊരു ഗ്ലേസിങ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ടോപ്പ് ആയാലും സ്റ്റിച്ച് ചെയ്യാം. ചെറിയൊരു നെക്കിലൊരു വർക്ക് ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ അജ്രക്കൊക്കെ ആണെങ്കിൽ ചെറിയൊരു അജ്രക്ക് പീസൊക്കെ ഉണ്ടെങ്കിൽ പാച്ച് ചെയ്യാം, ഹാൻഡ് വർക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ സ്റ്റിച്ചിങ് പാറ്റേൺസ് കൊടുത്ത് ഇപ്പോൾ പ്ലെയിൻ ഷെയ്ഡിൽ അതിന്റെ കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് പാറ്റേൺസോ അങ്ങനെയൊക്കെ കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടോപ്പും അതുപോലെ ഇതിലെ കോമൺ കളേഴ്സ് ഒക്കെ നമുക്ക് ബോട്ടത്തിന് അവൈലബിൾ ആയിട്ടുള്ള പീസുകളാണ് കേട്ടോ. അപ്പൊ ഓരോന്നായി കാണാം. ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈൻ കളറാണ് കേട്ടോ. വൈൻ ഷെയ്ഡിൽ നമുക്ക് ഗ്ലേസ് കോട്ടൺ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഷൈനിങ് ഉണ്ടാവും. പ്യുർ കോട്ടൺ ആണ്. ഇതിന്റെ ബാക്ക് സൈഡ് ശരിക്കും പ്യുർ കോട്ടൺ ആണ്. ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു ഗ്ലേസ് ഉള്ള കോട്ടൺ, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ടോപ്പായിട്ടും ബോട്ടമായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത് കേട്ടോ. പ്രൈസ് ചെയ്യുന്നത് 150 rupees per meter. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗോൾഡൻ ക്രീം ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. നമുക്ക് ഇതില് മെറൂൺ കളർ ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്താൽ നല്ല ഭംഗിയാണ്. ഇല്ലെങ്കിൽ ഈ ഒരു കളറൊക്കെ നമുക്ക് ബോട്ടം പീസ് ടസറിന്റെ സെറ്റുകൾക്കൊക്കെ ഈ ഒരു കട്ടിയുള്ള ബോട്ടം പീസാണ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലത്. ഇത് അത്യാവശ്യം കട്ടിയും വരുന്നുണ്ട് കേട്ടോ. നന്നായി ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക് ആണ്. 44 എല്ലാം നമ്മളിന്ന് കാണിക്കുന്നത് ഗ്ലേസ് കോട്ടൺ 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത്. എല്ലാം പ്രൈസ് ചെയ്യുന്നത് 150 rupees ആണ് കേട്ടോ. നമുക്ക് ഇനി വേഗം വേഗം കളേഴ്സ് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് കേട്ടോ. പിങ്ക് കളറിൽ വരുന്ന ഗ്ലേസ് കോട്ടൺ ആണ്. നെക്സ്റ്റ് കളർ ക്രീം ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടത് ഒരു ഗോൾഡൻ ക്രീം ആയിരുന്നു. ഇത് എക്സാക്ട് ക്രീം ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പിങ്കിഷ് പീച്ച് എന്നൊക്കെ പറയാം കേട്ടോ. പീച്ച് കളറിൽ ചെറിയൊരു പിങ്ക് കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന നല്ലൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ടീൽ ബ്ലൂവിൽ വരുന്ന ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഇങ്ങനെ ആ ഒരു ബ്ലൂവിൽ വരുന്ന ടീൽ ബ്ലൂ ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടോ. തൊട്ട് മുന്നേ നമ്മൾ കണ്ടത് ടീൽ ബ്ലൂ ആയിരുന്നു. ഇത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. ചിലപ്പോൾ നമുക്ക് ക്യാമറയിൽ ബ്ലാക്ക് പോലെ തോന്നും. ഇത് ഡാർക്ക് നേവി ബ്ലൂ കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്ലേസ് കോട്ടൺ മെറ്റീരിയൽസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബ്രിക്ക് ഷെയ്ഡ് ആണ് കേട്ടോ. ഇഷ്ടിക കളറാണ്. റെയറായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഗ്ലേസ് കോട്ടണിലൊക്കെ. നമുക്ക് നന്നായിട്ട് ബോട്ടത്തിനും ടോപ്പിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളറാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ പാരറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഗ്ലേസ് കോട്ടൺ ആണ്. എല്ലാം 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 150 per meter. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു സ്ലേറ്റ് ഗ്രേ ഷെയ്ഡാണ്. ഇതുപോലെ തന്നെ ബാക്ക് സൈഡ് കോട്ടണിൽ വരുന്ന ഗ്ലേസിംഗ് ആണ്. ചെറിയൊരു ഗ്ലേസിംഗ് വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വരുന്നത് ടീൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഒരു പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറയാം, ആ ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ പ്യുർ ബ്ലാക്ക് ആണ്. നല്ല ഡാർക്ക് ആണ് കേട്ടോ. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ലാസ്റ്റ് ഷെയ്ഡ്. അപ്പൊ നമ്മൾ ഇന്ന് കണ്ട എല്ലാ ഫാബ്രിക്സും 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത്. പ്രൈസ് വരുന്നത് 150 per meter. അപ്പൊ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്സ് ആണ് നമ്മൾ കണ്ടത്. പ്ലെയിൻ ഫാബ്രിക്സ്, അതുപോലെ ഈ ഒരു ഗ്ലേസ് കോട്ടൺ കുറെ മുന്നേ നമ്മൾ ഇതൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു റണ്ണിങ് മെറ്റീരിയലിന്റെ, ഈ പ്ലെയിൻ മെറ്റീരിയൽസിന്റെ ഗ്ലേസ് കോട്ടന്റെ ഫാബ്രിക്സ് വീഡിയോയിൽ ഇടാൻ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യം ആണെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 1/2 meters ആണ് 1 quantity. അപ്പോൾ 2 meters ആണ് ആവശ്യം എന്ന് വെച്ചാൽ 4 എന്ന ക്വാണ്ടിറ്റി കൊടുക്കണം കേട്ടോ. എത്രയാണോ നമ്മുടെ റിക്വയർമെന്റ് അതിനെ ഡബിൾ ചെയ്തിട്ട് ക്വാണ്ടിറ്റി കൊടുക്കണം വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ. വാട്സാപ്പിലാണെങ്കിൽ സ്ക്രീൻഷോട്ട് വിടുന്നതോടൊപ്പം എത്ര മീറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നും കൂടെ മെൻഷൻ ചെയ്യുക. ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.